ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു മാസം ചിലപ്പോൾ ഒരു 20 ട്രേഡൊക്കെ എടുത്തിട്ടും അവസാനം നോക്കുമ്പോൾ നഷ്ടത്തിലാണോ? എന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാലോ, ഒരൊറ്റ നല്ല ട്രേഡ് മതി നിങ്ങളുടെ ഒരു മാസത്തെ കളി മൊത്തം മാറ്റാൻ. കേൾക്കുമ്പോൾ കൊള്ളാവല്ലേ? ഇത് വെറുതെ പറയുന്നതല്ല. ഇത് ട്രേഡിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ ട്രേഡുകൾ ചെയ്താൽ കൂടുതൽ ലാഭം കിട്ടും എന്ന ആ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, അത് നമുക്കിന്നൊന്ന് മാറ്റിപ്പിടിക്കാം. ഇതാണ് നമ്മളിൽ ഒരുപാട് പേര് പോയി വീഴുന്ന ആ ട്രാപ്പ്. കൂടുതൽ ട്രേഡ് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ കിട്ടും എന്ന് നമ്മളങ്ങ് കരുതും. പക്ഷേ യഥാർത്ഥ പ്രൊഫഷണൽ ട്രേഡർമാർക്കറിയാം, കളി ശരിക്കും എണ്ണത്തിലല്ല ക്വാളിറ്റിയിലാണെന്ന്. അവർക്ക് വേണ്ടത് ആ ഒരൊറ്റ പെർഫെക്റ്റ് അവസരമാണ്. അതിനുവേണ്ടിയാവും അവരുടെ കാത്തിരിപ്പ് മുഴുവൻ. ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാ ദിവസവും ചെറിയ ചെറിയ ലാഭത്തിനും നഷ്ടത്തിനും വേണ്ടി ഇങ്ങനെ ഓടുന്നതിനിടയിൽ മാസാവസാനം നിങ്ങളുടെ അക്കൗണ്ടിന്റെ രൂപം തന്നെ മാറ്റാൻ കഴിവുള്ള ആ ഒരൊറ്റ ട്രേഡിന്റെ പവർ എന്തായിരിക്കും അത്, അല്ലേ? അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ എന്തിനാ ട്രേഡ് ചെയ്യുന്നേ? ഒരു നല്ല സെറ്റപ്പിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നതുകൊണ്ടാണോ? അതോ മാർക്കറ്റ് ഒന്ന് അനങ്ങുന്നത് കാണുമ്പോൾ വെറുതെ ഒരു ട്രേഡ് എടുക്കുന്നതാണോ? സത്യസന്ധമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണേ. ശരി, അപ്പോ ഒരു ട്രേഡ് ഒരു മാസം. ഈ ആശയം കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ട്രേഡർമാർക്കും ആ ഒരു ഒറ്റ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകുന്നത്? നമുക്കതിന്റെ കാരണങ്ങളിലേക്കൊന്ന് നോക്കാം. ഇതാണ് ശരിക്കും ഏറ്റവും വലിയ പ്രശ്നം. അത്ര ഉറപ്പില്ലാത്ത ചെറിയ ചെറിയ സെറ്റപ്പുകളിൽ കേറി കയ്യിലുള്ള കാശും പിന്നെ നമ്മുടെ കോൺഫിഡൻസും എനർജിയും എല്ലാം കളയും. ഈ തിരക്കിനിടയിൽ വലിയ ലാഭം തരാൻ ചാൻസുള്ള ആ ഒരൊറ്റ സുവർണാവസരം കൺമുന്നിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് അവരറിയുക പോലുമില്ല. അപ്പോ ട്രേഡിംഗിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റേണ്ട സമയമായി. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ട്രേഡ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല, അതൊരു സെലക്ഷൻ പ്രോസസ്സാണ്. ക്ഷമയും ഡിസിപ്ലിനും ഉപയോഗിച്ച് ഏറ്റവും നല്ല ഒരെണ്ണം തെരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സ്. ശരിയായ അവസരത്തിനു വേണ്ടി കാത്തിരിക്കുക, അത് തന്നെയാണ് പ്രധാനം. ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാനായിട്ട് നമുക്ക് 2 തരം ട്രേഡർമാരെ ഒന്ന് നോക്കാം. ഒരാൾ എപ്പോഴും ബിസിയാണ്, മറ്റൊരാള് ഭയങ്കര ക്ഷമയുള്ള ആളാണ്. ഇവരുടെ ഒരു മാസത്തെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോ സാഹചര്യം ഇതാണ്. 2 ട്രേഡർമാരുടെ കയ്യിലും 1,00,000 രൂപയുണ്ട്. അതാണ് അവരുടെ ക്യാപിറ്റൽ. ഓരോ ട്രേഡിലും അവരെടുക്കുന്ന റിസ്ക് വെറും 1%. അതായത് ഒരു ട്രേഡിൽ നഷ്ടം വന്നാൽ മാക്സിമം 1000 രൂപ പോകും. നമ്മുടെ ഒന്നാമത്തെ ട്രേഡ്, ആ തിരക്കുള്ള ആള്, ഒരു മാസം 20 ട്രേഡുകൾ വരെ എടുക്കും. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെസ്സും ടെൻഷനുമൊക്കെയുണ്ട്. മാസാവസാനം നോക്കുമ്പോഴോ ഒന്നുകിൽ ചെറിയ ലാഭം അല്ലെങ്കിൽ നഷ്ടം. ഇനി നമ്മുടെ രണ്ടാമത്തെ ആളോ, ക്ഷമയുള്ള ട്രേഡ്, അദ്ദേഹം ആകെ എടുത്തത് വെറും 4 ട്രേഡ്. ഒരു ടെൻഷനുമില്ലാതെ വലിയ ലാഭവും നേടി. ഇതെങ്ങനെ സംഭവിച്ചെന്നല്ലേ? ആ കണക്ക് നമുക്ക് നോക്കാം. ഇതിന്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ റിസ്ക് റിവാർഡ് അനുപാതം എന്നൊരു സിമ്പിൾ കണക്കാണ്. അതായത് ഒരു ട്രേഡിൽ നമ്മൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാവുന്ന ഓരോ രൂപയ്ക്കും പകരം എത്ര രൂപ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യം. നമ്മുടെ ഈ ക്ഷമയുള്ള ട്രേഡർ 1000 രൂപ റിസ്ക് എടുക്കുമ്പോൾ ചുരുങ്ങിയത് 3000 രൂപയെങ്കിലും ലാഭം കിട്ടുമെന്നുറപ്പുള്ള ട്രേഡുകൾ മാത്രമേ എടുക്കൂ. ഇതിനെയാണ് നമ്മൾ 1:3 റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ മാസമെടുത്ത 4 ട്രേഡിൽ 2 മാത്രം വിജയിച്ചാൽ പോലും അദ്ദേഹത്തിന് 6000 രൂപ ലാഭം കിട്ടി. അതും ഓവർ ട്രേഡ് ചെയ്യാതെ, ഒരു ടെൻഷനുമില്ലാതെ. ഇതാണ് ഡിസിപ്ലിന്റെ പവർ. ഈ കണക്കൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഹേയ്, ഇത്ര എളുപ്പമായിരുന്നോ, ക്ഷമയോടെ കാത്തിരുന്നാൽ മതിയല്ലോ എന്ന്. പക്ഷേ സംഭവം അത്ര സിമ്പിൾ അല്ല. എന്തുകൊണ്ടാണ് മിക്ക ആൾക്കാർക്കും ഈ നല്ല അവസരങ്ങൾ മിസ്സായി പോകുന്നത്? അതിന്റെ പിന്നിൽ നമ്മുടെ മനസ്സിന്റെ ചില കളികളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, മിക്കവാറും എല്ലാ മാസവും മാർക്കറ്റ് നിങ്ങൾക്ക് 1:4, 1:5 ഒക്കെ റിസ്ക് റിവാർഡ് തരുന്ന ഒരു കിടിലൻ അവസരം തരും. ആ ഒരൊറ്റ ട്രേഡ് കിട്ടിയാൽ മതി, ആ മാസം നിങ്ങൾ ലാഭത്തിലായി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഒന്നാമതായി, തുടരെ മോശം ട്രേഡുകൾ എടുക്കുന്നു. അതോടെ കയ്യിലെ കാശ് കുറയുന്നു. അതിനേക്കാൾ വലിയ പ്രശ്നം ആത്മവിശ്വാസമില്ലാതാവുന്നു. ഒടുവിൽ ആ പെർഫെക്റ്റ് അവസരം മുന്നിൽ വരുമ്പോഴോ പേടി കാരണം ആ ട്രേഡ് എടുക്കാൻ പറ്റില്ല. പിന്നെ ആ ട്രേഡ് നല്ല ലാഭം തരുന്നത് നോക്കി നിൽക്കുമ്പോൾ ഒരു വിഷമം വരും. അയ്യോ, എന്തുകൊണ്ട് ഞാൻ ഈ ട്രേഡ് എടുത്തില്ല എന്ന്. ഈ ഒരു അവസ്ഥ ഒരുപാട് പേർക്ക് അനുഭവം കാണുമല്ലേ?
ഇതിന്റെ പ്രധാന കാരണം മുൻപുണ്ടായ നഷ്ടങ്ങൾ തന്ന ആ പേടിയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ നഷ്ടങ്ങളുടെ സൈക്കിളിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു കടക്കാൻ പറ്റും? അതിനൊരു വഴിയുണ്ട്. സാധാരണ ട്രേഡർമാരും പ്രൊഫഷണൽസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവരുടെ ചിന്താരീതിയിലാണ്. ആ പ്രൊഫഷണൽ മൈൻഡ്സെറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് പ്രധാന വ്യത്യാസം. പ്രൊഫഷണലുകൾ മാർക്കറ്റിന് പിന്നാലെ ഓടുകയല്ല ചെയ്യുന്നത്. പകരം അവരുടെ സ്ട്രാറ്റജിക്കും നിയമങ്ങൾക്കും ഒത്തുവരുന്ന ഒരു അവസരം മാർക്കറ്റിൽ വരാൻ വേണ്ടി അവർ ക്ഷമയോടെ കാത്തിരിക്കും. മാർക്കറ്റ് അവരുടെ അടുത്തേക്ക് വരണം, അല്ലാതെ അവർ മാർക്കറ്റിന് പിന്നാലെ പോവില്ല. ഇത് എപ്പോഴും ഓർമ്മ വെക്കേണ്ട ഒരു കാര്യമാണ്. മിക്കപ്പോഴും ഒരു ട്രേഡും എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ട്രേഡ്. കാരണം വ്യക്തമായൊരു അവസരം കാണുന്നില്ലെങ്കിൽ സുമ്മനെ ഇരിക്കുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കും. ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം കയ്യിലുള്ള മൂലധനം നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന പ്രധാന ആശയം ഇതാണ്: ട്രേഡിംഗിൽ വിജയിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും പുതിയ സ്ട്രാറ്റജിയോ വില കൂടിയ സോഫ്റ്റ്വെയറോ ഒന്നുമല്ല വേണ്ടത്. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി, നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം, അത് നിങ്ങളുടെ ക്ഷമയാണ്. ഈ കണക്കൊന്നുകൂടി നോക്കൂ. നിങ്ങൾ 4 ട്രേഡ് എടുത്തു. ആദ്യത്തെ 2 എണ്ണത്തിലും 1% വീതം നഷ്ടം, അതായത് -2%. പക്ഷേ അടുത്ത 2 എണ്ണം വിജയിച്ചു. ഒരെണ്ണത്തിൽ 3% ലാഭം, മറ്റേതിൽ 4% ലാഭം. 50% ട്രേഡുകൾ മാത്രമേ വിജയിച്ചുള്ളൂ. എന്നിട്ടും മാസാവസാനം നിങ്ങൾ 5% ലാഭത്തിലാണ്. ഇതാണ് നല്ല റിസ്ക് റിവാർഡിന്റെ ഒരു മാജിക്. ഒരു കാര്യം മനസ്സിലാക്കുക, മാർക്കറ്റ് നിങ്ങൾ എത്ര തിരക്കിലാണെന്നോ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്നോ നോക്കുന്നില്ല. മാർക്കറ്റ് പ്രതിഫലം നൽകുന്നത് അച്ചടക്കമുള്ള ട്രേഡർമാർക്കാണ്, ക്ഷമയോടെ ശരിയായ അവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർക്കു മാത്രം. അപ്പോ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, സത്യസന്ധമായി ഉത്തരം പറയണം. നിങ്ങൾ ഇതിൽ ഏത് തരം ട്രേഡറാണ്? ഒരുപാട് ട്രേഡുകളെടുത്ത് എപ്പോഴും തിരക്കുള്ള ആ ഒന്നാമത്തെ ട്രേഡറാണോ? അതോ ക്ഷമയോടെ മികച്ച അവസരത്തിനായി കാത്തിരിക്കുന്ന രണ്ടാമത്തെ ആളാണോ? നിങ്ങളുടെ ഉത്തരം എന്തായാലും താഴെയൊന്ന് കമന്റ് ചെയ്യണേ. അതുകൊണ്ട് മാർക്കറ്റില് ഒരു തിരക്കും കൂട്ടേണ്ട ആവശ്യമില്ല. അവസരം തീർച്ചയായും വരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആ അവസരം വരുമ്പോൾ അത് മുതലാക്കാൻ വേണ്ടി മാനസികമായും സാമ്പത്തികമായും നിങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പം നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ചിന്തയോടെ അവസാനിപ്പിക്കാം. ട്രേഡിംഗിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഒരു മുൻതൂക്കം, ഒരു എഡ്ജ് നൽകുന്നത് പുതിയ സ്ട്രാറ്റജികളല്ല, മറിച്ച് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള നിങ്ങളുടെ കഴിവാണ്. അത് മറക്കരുത്. ആ കഴിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി.